തെരുവിൽ ക്യൂവിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കണമെങ്കിൽ അത്രയും അത്യാവശ്യക്കാർ മാത്രമേ എത്തുകയുള്ളൂവെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഫീഡ് കണ്ണൂർ നൽകുന്ന പൊതിച്ചോർ ആ അർത്ഥത്തിൽ അർഹതപ്പെട്ടവരിലേക്കാണ് എത്തുന്നത്. 1000 ദിവസം മുടങ്ങാത്ത അന്നം നൽകുക എന്നത് നിസ്സാര കാര്യമല്ല. അതിൻ്റെ ത്യാഗം വലുതാണെന്നും ഷംസീർ പറഞ്ഞു. ക്യൂവിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ ആരും വരാതിരിക്കുന്നതുവരെ ഫീഡ് കണ്ണൂർ പൊതിച്ചോറുമായി തെരുവിലുണ്ടാകുമെന്ന് സ്ഥാപക ചെയർമാൻ അഡ്വക്കേറ്റ് പി ശശിയും പറഞ്ഞു. ഫീഡ് കണ്ണൂർ നേതൃത്വത്തിൽ നടത്തിവന്ന തെരുവോര ഭക്ഷണ വിതരണം 1000 ദിവസം പിന്നിട്ടത് ചെറിയ കാര്യമല്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. 1-2 ദിവസമോ പ്രത്യേക ദിവസങ്ങളിലോ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലെയല്ല ദിവസവുമുള്ള ഈ പ്രവർത്തനം. ഇതിന് ഒരുപാട് ത്യാഗങ്ങളും വലിയ സാമ്പത്തിക ചെലവും വരും. 1000 ദിവസം മുടങ്ങാതെ അന്നമെത്തിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. അന്നം തരുന്നവന്റെ കൈ ഒരിക്കലും ആരും മറക്കില്ല. ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങുക എന്നത് മലയാളികളുടെ ശീലമല്ല. ഭക്ഷണത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ആളുകൾ മാത്രമേ ഇങ്ങനെ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിന് ഏറെ പ്രത്യേകതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. ഭക്ഷണം എല്ലാ ദിവസവും അർഹതയുള്ളവർക്ക് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമാണ് ഇക്കാലം അത്രയും പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ ഇത്തരമൊരു പ്രോജക്റ്റിലൂടെ ലക്ഷ്യമിട്ടതും അത് ഏതാണ്ട് അവർക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു എന്ന് അതിൻ്റെ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിപ്പോൾ 1000 ദിവസം തികയുകയാണ്. 1000 ദിവസം ഒരു സംഘടന മുടങ്ങാതെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. ആ ഒരു ശ്രമകരമായ ദൗത്യം 1000 ദിവസം മുടങ്ങാതെ നടത്തുന്നതിലൂടെ പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ അതിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് പി ശശിയും ആ ടീമും അവരുടെ സംഘാടന മികവ് തെളിയിച്ചു എന്നുള്ളതാണ്. അന്നദാനം, അന്നം തരുന്നവൻ്റെ കൈ ആൾ മറക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ എന്ന സംഘടനയെ കണ്ണൂരിലെ ജനങ്ങൾ മറക്കില്ല എന്ന കാര്യത്തിലൊരു സംശയവുമല്ല. ഇന്ന് പഴയതുപോലെയല്ല. ഭക്ഷണം ഏറ്റവും അർഹതയുള്ളവർ മാത്രമേ പോയി ക്യൂ നിന്ന് കഴിക്കൂ. ഡിസേർവിംഗ് ആയ ആളുകൾ തന്നെയാണ് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ്റെ ഫീഡ് കണ്ണൂരിലൂടെ ഉച്ചഭക്ഷണം കഴിക്കുന്നതും അവർക്ക് തന്നെയാണ് ഈ ഉച്ചഭക്ഷണം ലഭിക്കുന്നതും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ആർക്കും വേണ്ട എന്നുള്ളതാണ്. നിയമസഹായം ആവശ്യമുള്ളവർക്ക് അത് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പീപ്പിൾസ് ലോ ഫൗണ്ടേഷന്റെ തുടക്കം. എന്നാൽ ഇന്ന് എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഈ സംഘടന നേതൃത്വം നൽകി വരുന്നുണ്ട്. IRPC നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേരാനും പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ തയ്യാറായിട്ടുണ്ട്. ക്യൂവിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ ആളില്ലാത്ത ദിവസം വരെ ഈ ഭക്ഷണ വിതരണം തുടരുമെന്ന് പീപ്പിൾസ് ലോ ഫൗണ്ടേഷന്റെ സ്ഥാപക ചെയർമാൻ അഡ്വക്കേറ്റ് പി ശശി പറഞ്ഞു. വിവിധ വ്യക്തികൾ, സ്ഥാപനങ്ങൾ എല്ലാം ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു തന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഒരു ശങ്കയില്ലാതെ പറയാൻ കഴിയും, ഈ ക്യൂവിൽ ആളില്ലാതിരിക്കുന്ന ദിവസം വരെ ഈ പദ്ധതി നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും. എപ്പോൾ നിർത്തും? ഭക്ഷണപ്പൊതി വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥ കണ്ണൂരിൽ വരുമ്പോൾ നമുക്ക് അന്ന് നിർത്താം. പൊതി വാങ്ങാൻ ആളുള്ള ദിവസം വരെ നമുക്കെല്ലാം കൂട്ടായി ഈ പദ്ധതി നല്ല വിജയകരമായി തന്നെ നടത്താൻ വേണ്ടി കഴിയണം എന്നാണ് നിങ്ങളോടെല്ലാം ഒരു അപേക്ഷയായിട്ട് പീപ്പിൾ ലോ ഫൗണ്ടേഷന് മുന്നോട്ട് വെക്കാനുള്ളത്. സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ നടത്തിവരുന്നതെന്നും മുടങ്ങാതെ 1000 ദിവസം അന്നമെത്തിക്കുക എന്നത് ചെറിയ കാര്യമല്ലെന്നും ചലച്ചിത്ര താരം കുക്കു പരമേശ്വരനും പറഞ്ഞു. ഒരുപാട് പേര് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ചാരിറ്റി ഫൗണ്ടേഷൻസ് കൊടുക്കുന്നതിലുപരി അത് എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടോ, എത്ര പേര് അതിൽ നിന്ന് തൃപ്തി അടയുന്നുണ്ട്, അതാണ്. എത്തിക്കഴിഞ്ഞ് ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക മാത്രമല്ല, നമ്മളൊരു കാര്യം ചെയ്യുന്നത് അതിൻ്റെ റീച്ച് എവിടെയാണ്, ആരുടെ അടുത്തേക്കാണ് എത്തുന്നത്, നമ്മുടെ പ്രവൃത്തിയിൽ അതാണ് ഞാൻ കാണുന്നത്. നമുക്ക് എന്തും ചെയ്യാം, ചെയ്യുന്നത് എത്തുന്നിടത്ത് എത്തുന്നുണ്ടോ എന്ന് കാണിക്കുന്നത്. അതാണ് ഈ 1011 ദിവസം ഇപ്പോഴും ഈ 100 പേർ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിൻ്റെ വില അതിലും മുകളിലാണ്. ഇതൊരു ആവശ്യമായി മാറിയിരിക്കുന്നു. സ്പോൺസർഷിപ്പുകൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. KV സുമേഷ് MLA, MV ജയരാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, അഡ്വക്കേറ്റ് K രൂപേഷ്, അഡ്വക്കേറ്റ് സിദ്ധാർത്ഥ് P ശശി, വിജയൻ മാച്ചേരി,
തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.